അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ അടുത്ത ദലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 424 നാമം മുതൽക്കുള്ള ഭാഗങ്ങളാണ്. കഴിഞ്ഞ ദിവസം വളരെ കുറച്ച് ശ്ലോകഭാഗങ്ങളെ നമ്മൾ നോക്കിയുള്ളൂ. കുറച്ച് സംശയങ്ങൾ പരിഹരിക്കാനുണ്ടായിരുന്നതുകൊണ്ട് അത്രേ പറഞ്ഞുള്ളൂ എന്ന് മാത്രം. ഇപ്പോൾ തുടരാം. ഈ ഭാഗം കുറച്ച് നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള നാമങ്ങളാണ് ഇവിടെ ഒരുപക്ഷെ നിങ്ങൾ കാണുക. അതുകൊണ്ടാണ് പറയുന്നത്. തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത നിസ്സീമ മഹിമാ നിത്യയൗവന മദശാലിനി. ഈ ശ്ലോകത്തിൽ ആദ്യത്തെ നാമം തത്വാസന, തത്വ ആസന കൂടി ചേർന്ന് തത്വാസന. ഇനി അടുത്ത ഭാഗം തത്വമയി. ഇത് 3 നാമങ്ങളാണ്. 1 തത്, 2 ത്വം, 3 അയി. ഇത് കൂടി ചേർന്നിട്ടാണ് തത്വമയി എന്നാവുന്നത്. അപ്പം തത്വമയി എന്നൊരൊറ്റ നാമമല്ല ഇവിടെ, തത്വമയി. അപ്പം തത്വാസന തത്വമയി എന്ന് വേണം ഉച്ചരിക്കാൻ. തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത. പഞ്ചകോശ അന്തരസ്ഥിത കൂടി ചേർന്ന് പഞ്ചകോശ അന്തരസ്ഥിത. പിന്നെ നിസ്സീമ മഹിമ, നിസ്സീമ മഹിമ നിത്യയൗവന കൂടി ചേർന്ന് നിത്യയൗവന മദശാലിനി. 3. നിസ്സീമ മഹിമ നിത്യ എന്ന് നിർത്താതെ നിസ്സീമ മഹിമ നിത്യയൗവന മദശാലിനി എന്ന് ഉച്ചരിക്കുക. അപ്പോൾ തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത നിസ്സീമ മഹിമ നിത്യയൗവന മദശാലിനി. ഇനി മദഘൂർണിതരക്താക്ഷി, മദഘൂർണിതരക്താക്ഷി, മദഘൂർണിതരക്താക്ഷി. പിന്നെ മദപാടലഗണ്ഡഭൂ, വിസർഗമുണ്ട്. മദപാടലഗണ്ഡഭൂ എന്നുവെച്ച് മദപാടലഗണ്ഡഭൂ. ചന്ദന ദ്രവദിഗ്ധ അംഗി, ചന്ദന ദ്രവദിഗ്ധാംഗി, ചന്ദന ദ്രവദിഗ്ധാംഗി, ചന്ദന ദ്രവദിഗ്ധാംഗി അംഗി. ചാമ്പേയ കുസുമ പ്രിയ, ചാമ്പേയ കുസുമ പ്രിയ, ചാമ്പേയ കുസുമ പ്രിയ. ചന്ദന ദ്രവദിഗ്ധാംഗി ചാമ്പേയ കുസുമ പ്രിയ. കുശല കോമളാകാര കുരുകുല്ല കുലേശ്വരി. അപ്പോൾ ഈ ഭാഗം എങ്ങനെ ചൊല്ലും? മദഘൂർണിതരക്താക്ഷി. അക്ഷരം നന്നായി ശ്രദ്ധിക്കുക. മദഘൂർണിത ക ഖ ഗ ഘ എന്ന ഘ എന്നുള്ള അക്ഷരം. മദഘൂർണിതരക്താക്ഷി മദപാടലഗണ്ഡഭൂ
ഒന്നുകിൽ ഗണ്ഡഭൂഹു എന്ന് ഉച്ചരിക്കുക, അതല്ലെങ്കിൽ മദപാടല ഗണ്ഡഭൂ എന്ന് ഉച്ചരിക്കുക. ചന്ദനദ്രവദിഗ്ധാംഗീ ചാമ്പേയ കുസുമ പ്രിയ കുശല കോമളാകാര കുരുകുല്ല കുലേശ്വരി. ഇനി കുലകുണ്ടാലയ കൗലമാർഗ തത്പരസേവിത. ള എന്ന കൗളമാർഗ അല്ലെങ്കിൽ കുളകുണ്ടാലയ അതല്ലെങ്കിൽ കുളേശ്വരി എന്ന് ഉച്ചരിക്കുന്ന ശീലമുള്ളവർ അങ്ങനെ തന്നെ ഉച്ചരിച്ചോളൂ. കുലേശ്വരി കഴിഞ്ഞ് കുലകുണ്ടാലയ കൗലമാർഗ അഥവാ കൗളമാർഗ തത്പര സേവിത. ഇതാണ് അവിടെ വരുന്ന അടുത്ത നാമങ്ങൾ. അപ്പോൾ കുലകുണ്ടാലയ കൗലമാർഗ തത്പര സേവിത. കുലകുണ്ടാലയ കൗല അഥവാ കൗള എന്ന് നിർത്തരുത്. കൗളമാർഗ തത്പര സേവിത എന്നൊരൊറ്റ നാമമാണ്. ഇനി അടുത്തത് കുമാരഗണനാഥാംബ. കുമാരഗണനാഥ അംബ. കുമാരഗണനാഥാംബ. തുഷ്ടി ഒരു നാമം, പുഷ്ടി അടുത്ത നാമം, മതി അടുത്ത നാമം, ധൃതി അടുത്ത നാമം. ഇതിന് നാലിനും വിസർഗമുണ്ട്. അപ്പൊ എങ്ങനെ ഉച്ചരിക്കും ആ ശ്ലോകം? കുമാരഗണനാഥാംബ തുഷ്ടി പുഷ്ടിർമതിർധൃതി. തുഷ്ടി പുഷ്ടിർമതിർധൃതി. തുഷ്ടി അത് വിസർഗം വിടുക. പിന്നെ പുഷ്ടിർമതി, പുഷ്ടിഹി എന്നും മതി എന്നും കൂടി ചേരുമ്പോൾ പുഷ്ടിർമതി എന്നാവും. തുഷ്ടിർ പുഷ്ടിർ അങ്ങനെ വരില്ല. വിസർഗം കഴിഞ്ഞ് പ എന്നോ ക എന്നോ ഉള്ള അക്ഷരങ്ങളാണ് അടുത്ത വാക്ക് എന്നുണ്ടെങ്കിൽ അവിടെ വിസർഗമായി തന്നെ ഉച്ചരിക്കണം. അതാണ് അവിടെ തുഷ്ടിർ പുഷ്ടി എന്ന് വരാത്തത്. തുഷ്ടി പുഷ്ടി. തുഷ്ടി പുഷ്ടിർമതിർധൃതി. പുഷ്ടിർമതിർധൃതി. തുഷ്ടിർമതിർധൃതി. തുഷ്ടിഹി മതിഹി ധൃതിഹി ഇത് മൂന്നും ചേരുന്ന സമയത്ത് തുഷ്ടിർമതിർധൃതി എന്നാവും. അപ്പോൾ കുമാരഗണനാഥാംബ തുഷ്ടി പുഷ്ടിർമതിർധൃതി എന്ന് ഉച്ചരിക്കുക. ധൃതിഹി എന്ന് നിർത്തണച്ചാൽ ഹി എന്ന് ഉച്ചരിക്കുന്നവർക്ക് അങ്ങനെയാവാം, തെറ്റില്ല. ഇനി ശാന്തി സ്വസ്തിമതി കാന്തിർനന്ദിനി വിഘ്നനാശിനി. ശാന്തി സ്വസ്തിമതി. അടുത്തത് കാന്തി നന്ദിനി വിഘ്നനാശിനി. ശ്രദ്ധിക്കുക. അതെങ്ങനെ ഉച്ചരിക്കുക? ശാന്തി സ്വസ്തിമതി കൂടി ചേരുമ്പോൾ ശാന്തി സ്വസ്തിമതി. കാന്തി നന്ദിനി കൂടി ചേരുമ്പോൾ കാന്തിർ നന്ദിനി. പിന്നെ വിഘ്നനാശിനി. വിഘ്ന എന്നുച്ചരിക്കുന്നവർക്ക് അങ്ങനെ ഉച്ചരിക്കാം, തെറ്റൊന്നുമില്ല. വിഘ്ന എന്നാണ് ഞാനങ്ങനെ ശീലിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അങ്ങനെ ചൊല്ലുന്നു അത്രയേ ഉള്ളൂ. വിഘ്ന എന്ന് ഉച്ചരിക്കുന്നവർക്ക് അങ്ങനെ തന്നെ മതി. അപ്പോൾ ശാന്തി സ്വസ്തിമതി കാന്തിർ നന്ദിനി വിഘ്നനാശിനി. ഇനി തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി. ഇത്രയും നാമങ്ങൾ. ആദ്യം തേജോവതി, പിന്നെ ത്രിനയന. നമ്മൾ ആദ്യം സിന്ദൂരാരുണ വിഗ്രഹം എന്നുള്ള ദിക്കിൽ നമ്മൾ സംശയം ആയിട്ട് ത്രിനയന എന്ന് വേണമെന്നൊക്കെ കുറേ ആലോചിച്ചതാണ്. അപ്പം ഇവിടെ കണ്ടു ത്രിനയന എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അവിടെയും ചില ആളുകൾക്ക് നകാരമാണോ വരിക എന്ന് സംശയം വന്നേക്കാം. നമ്മൾ സംശയ നിവാരണം എന്ന ഒരു
ആദ്യത്തെ ഭാഗത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഭാഗത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ത്രിനയന എന്ന് ഉച്ചരിക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അവിടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇപ്പം ഇവിടെ നമുക്ക് തൽക്കാലം ത്രിനയന എന്ന് ഉച്ചരിക്കാം. പിന്നെ ലോലാക്ഷി കാമരൂപിണി. ലോലാക്ഷി എന്നൊരു നാമം, കാമരൂപിണി എന്നടുത്ത നാമം, അങ്ങനെയല്ല. ലോലാക്ഷി കാമരൂപിണി എന്നൊരൊറ്റ നാമമാണ്. അപ്പം അത് മുറിക്കാതെ ഉച്ചരിക്കാം. അപ്പം എങ്ങനെ വരും? തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി. പിന്നെ മാലിനി ഒരു നാമം, ഹംസിനി അടുത്ത നാമം, മാതാ അടുത്ത നാമം, മലയാചലവാസിനി. മാലിനി, ഹംസിനി, മാതാ, മലയാചലവാസിനി. സുമുഖി, നളിനി അടുത്ത നാമം, സുഭ്രൂഹു വിസർഗമുണ്ട്. സുഭ്രൂഹു, സുഭ്രൂശോഭന. സുഭ്രൂഹു എന്ന് വിസർഗമുള്ള ശബ്ദം, അടുത്ത നാമം ശോഭന എന്നാണ്. അപ്പം അത് രണ്ടും കൂടി ചേരുമ്പോൾ സുഭ്രൂശോഭന എന്ന് ഉച്ചരിക്കാം. സുമുഖി, നളിനി, സുഭ്രൂശോഭന, സുരനായിക. കാലകണ്ഠി, കാലകണ്ഠി ഠ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഠ ഠ രണ്ടാമത്തെ അക്ഷരം. അപ്പോൾ കാലകണ്ഠി, കാന്തിമതി, കാന്തിമതി, ക്ഷോഭിണി. കാന്നും ഷാന്നും ഉണ്ട്, ക്ഷോഭിണി എന്ന് ചെല്ലരുത്. ക്ഷോഭിണി. നല്ല ക്ഷമ വേണം, അങ്ങനെ ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെ പറയരുത്, ക്ഷ എന്നാണ് അവിടെ. അപ്പം അത് ക്ഷോഭിണി എന്ന് ഉച്ചരിക്കുക കേട്ടോ. ക്ഷോഭിണി, സൂക്ഷ്മരൂപിണി. സൂക്ഷ്മരൂപിണി, സൂക്ഷ്മരൂപിണി. വജ്രേശ്വരി, വാമദേവി, വയോവസ്ഥാവിവർജിത. സിദ്ധേശ്വരി, സിദ്ധവിദ്യ, സിദ്ധമാത, യശസ്വിനി. ഇതൊക്കെ ഓരോ നാമങ്ങളാണ്. അപ്പോൾ ഏറെക്കുറെ ഓരോ നാമങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇന്ന മട്ടിലാണ് ഈ നാമം വരിക. അതുകൊണ്ടാണ് കുറച്ചൊക്കെ വേഗം പറഞ്ഞു പോകുന്നത്. അധികം വിസ്തരിക്കേണ്ടതില്ല ഇത് എന്ന് പ്രതീക്ഷിക്കുന്നു. അഥവാ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ അതൊന്ന് ചോദിച്ചാലും മതി. അപ്പോൾ വജ്രേശ്വരി, വാമദേവി, വയോവസ്ഥാവിവർജിത, സിദ്ധേശ്വരി, സിദ്ധവിദ്യ, സിദ്ധമാതാ, യശസ്വിനി. ഇതുവരെയുള്ള ഭാഗം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. കഴിഞ്ഞ ദിവസത്തെയും കൂട്ടിച്ചേർത്ത് ഒന്നിച്ച് നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ശിവപ്രിയാ, ശിവപരാ, ശിഷ്ടേഷ്ടാ, ശിഷ്ടപൂജിത, അപ്രമേയാ, സ്വപ്രകാശ, മനോവാചാമഗോചര, ചിച്ഛക്തിശ്ചേതനാരൂപാ, ജഡശക്തിർജഡാത്മിക, ഗായത്രീ വ്യാഹൃതി സന്ധ്യാ, ദ്വിജവൃന്ദനിഷേവിത, തത്വാസനാ, തത്വമയീ, പഞ്ചകോശാന്തരസ്ഥിത, നിസ്സീമമഹിമാ, നിത്യയൗവനാ, മദശാലിനി, മദഘൂർണിതരക്താക്ഷി, മദപാടലഗണ്ഡഭൂ, ചന്ദനദ്രവദിഗ്ധാംഗീ, ചാമ്പേയ കുസുമപ്രിയാ, കുശലാ, കോമലാകാരാ, കുരുകുല്ലാ, കുലേശ്വരി, കുലകുണ്ഡാലയാ, കൗളമാർഗതത്പരസേവിത, കുമാരഗണനാഥാംബാ, തുഷ്ടി പുഷ്ടിർമതിർധൃതി, ശാന്തി സ്വസ്തിമതി, കാന്തിർനന്ദിനി, വിഘ്നനാശിനി,
തേജോവതീ ത്രിനയനാ ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി സുമുഖി നളിനി സുഭ്രൂ ശോഭനാ സുരനായിക കാലകണ്ഠീ കാന്തിമതി ക്ഷോഭിണീ സൂക്ഷ്മരൂപിണി വജ്രേശ്വരീ വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരീ സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി. ഇതിൽ മലയാചലവാസിനി എന്ന ഭാഗം മുറിച്ച് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. മലയ അചലവാസിനി എന്ന് കൂടി ചേർന്നിട്ടാണ് മലയാചലവാസിനി എന്ന് ആവുന്നത്. അപ്പോൾ ബാക്കി അടുത്ത ദിവസം തുടരാം. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.